കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പഠിക്കുന്നതിനായി ഞാൻ നിങ്ങളെ ദൈവവചന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പഠിക്കുന്നതിന് മുൻപായി ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിൻ്റെ വചനത്തിൽ നിന്നും പഠിക്കുന്നതിനായി ദൈവസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്ന് അടിയങ്ങളെ പഠിപ്പിക്കണമേ, അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനായി വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം എന്ന് പറയുന്നത് 4-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്നതായ വെളിപ്പാടിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് അതിൻ്റെ 4-ാം അധ്യായത്തിൽ നിന്നും 1-2 വാക്യങ്ങൾ വായിച്ച ശേഷം 5-ാം അധ്യായത്തിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്നു. 4-ന്റെ 1-2 വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു എന്ന് നാം വായിക്കുന്നു. സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു, ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. വെളിപ്പാടുകാരനായ യോഹന്നാൻ ദൈവം ഇരിക്കുന്നതായ മുറി, സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്നതായ സ്ഥലം, സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്നതായ സിംഹാസനത്തെ ദർശനത്തിൽ കൂടെ കാണുകയാണ്. 1-2 വാക്യങ്ങൾക്ക് ശേഷം തുടർന്നുള്ളതായ വാക്യങ്ങളിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ വ്യക്തിയുടെ രൂപത്തെക്കുറിച്ച് യോഹന്നാൻ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ രൂപ വർണ്ണനയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ 1-2 വാക്യങ്ങൾ വായിച്ചതിൻ്റെ കാരണം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ദർശനം 4-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ്. 5-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഞാൻ ചില വാക്യങ്ങൾ വായിക്കട്ടെ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. സിംഹാസനത്തിൽ ദൈവം ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ പക്കൽ 7 മുദ്രയുള്ളതായ ഒരു പുസ്തകം യോഹന്നാൻ ദർശിക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നമ്പരാണ് 7 എന്ന് പറയുന്നത്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയെ കാണിക്കുന്നതായ ഒരു നമ്പരാണ്. ഇവിടെ പറയുന്നത് 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. മുദ്രയിട്ട ഒരു പുസ്തകം ആർ തുറക്കുവാൻ സാധിക്കും എന്ന് ശക്തിയോടുകൂടെ ചോദിക്കുന്നതായ ഒരു ദൂതൻ. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പുസ്തകം തുറക്കുവാനോ തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ ആർക്കും കഴിഞ്ഞില്ല. 3-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ഈ പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല എന്ന് ഇവിടെ പറയുന്നു. എനിക്ക് ഈ വേദഭാഗത്ത് ഉള്ളതായ ഒരു സംശയം, ഈ പുസ്തകം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നതായ ഈ പുസ്തകം തുറക്കുവാൻ സ്വർഗത്തിൽ ആർക്കും സാധിച്ചില്ല, ഭൂമിയിൽ ആർക്കും സാധിച്ചില്ല, ഭൂമിക്ക് താഴെയുള്ളതായ സ്ഥലത്ത് ആർക്കും സാധിച്ചില്ല, അഖിലാണ്ടത്തിൽ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എനിക്കുള്ളതായ സംശയം, എന്തുകൊണ്ട് പിതാവായ ദൈവത്തിന് തന്നെ അത് തുറന്നുകൂടാ എന്നാണ്. ഒരുപക്ഷെ ദൂതന്മാർക്ക് അത് തുറക്കുവാൻ സാധിക്കുകയില്ലായിരിക്കും. എന്നാൽ ദൈവത്തിന് എന്തുകൊണ്ടാണ് ഈ പുസ്തകം തുറക്കുവാൻ സാധിക്കാത്തത്? അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഉത്തരം പറയുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ
ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ ശോഭനമാക്കുവാൻ ഈ അഖിലാണ്ടത്തിൽ കഴിവുള്ളതായ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു എന്നത്. യേശുക്രിസ്തുവിന് മാത്രമേ ഈ മുദ്ര ഇടപ്പെട്ടതായ പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാനൊന്നുകൂടെ വായിക്കാം. പുസ്തകം തുറക്കുവാനോ ആ പുസ്തകത്തിലേക്ക് നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല എന്ന് നാം വായിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. വെളിപ്പാടുകാരനായ യോഹന്നാൻ ഇവിടെ കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം കരയുന്നത്, നമ്മുടെ കരച്ചിൽ എപ്പോഴാണ് നമുക്ക് കരച്ചിൽ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവനെ ഇരുട്ടിലേക്ക് തള്ളിക്കളയുക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് നാം വായിക്കുന്നുണ്ട്. ഇരുട്ടിലേക്ക് തള്ളിക്കളയുക. ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം ഇല്ലാത്തതായ അവസ്ഥയാണ് ഇരുട്ട് എന്ന് പറയുന്നത്. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അവനെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നുവെന്നാണ്. ഇരുട്ടിലേക്ക് തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇല്ലാത്തതായ ഒരു സ്ഥലത്തേക്ക് പോവുക എന്നാണ് അർത്ഥം. യേശുക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധം ഇല്ലാത്ത അവസ്ഥയാണ് ഇരുട്ട്. ആ ഇരുട്ടിലാകുമ്പോഴാണ് മനുഷ്യൻ കരച്ചിലുണ്ടാകുന്നത്. ഇവിടെ യോഹന്നാൻ കരയുന്നതിനും ഒരു കാരണം മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം യോഹന്നാന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യോഹന്നാൻ്റെ കരച്ചിലിൻ്റെ കാരണം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വെളിപ്പാട് പുസ്തകം കരച്ചിൽ കൊണ്ട്, കണ്ണുനീര് കൊണ്ട് എഴുതപ്പെട്ടതായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ മനസ്സിലാക്കണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥനയോടുകൂടെ അപേക്ഷയോടുകൂടെ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ നാം വേദപുസ്തകം പഠിക്കുവാൻ പോയാൽ, വെറുതെ നാം വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ പോയാൽ നമുക്കൊരിക്കലും അത് മനസ്സിലാകത്തില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ മുട്ടുകുത്തി കണ്ണുനീരോടുകൂടെ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചെങ്കിൽ മാത്രമേ അതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് ബോധ്യമാകുവാൻ തക്കവണ്ണം, മനസ്സിലാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുകയുള്ളൂ. ഞാൻ തുടർന്ന് വായിക്കട്ടെ. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ കരയുകയാണ് യേശുക്രിസ്തു ഇല്ലാത്തത് കൊണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, എന്നെ ശ്രവിക്കുന്നതായ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ, താങ്കളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഉണ്ടോ? താങ്കളുടെ ഹൃദയത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ യേശുക്രിസ്തു ഉണ്ടോ? ദൈവവുമായി താങ്കൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്? ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ തന്നെ നാം നോക്കുകയാണെങ്കിൽ, അനേകം മനുഷ്യരും ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തെ വിട്ടതിന് ശേഷം ലൗകികമായ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചുകൊണ്ട് എത്രയും അധികം ആഹ്ലാദിക്കാം, ലൗകികമായ ആഹ്ലാദത്തിൽ, ലൗകികമായ സന്തോഷങ്ങളിൽ സമയം ചിലവിടാം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നതായ ഒരു അവസ്ഥയാണ് നാം ഇന്ന് ലോകത്തിൽ കാണുന്നത്. സമയമുണ്ടെങ്കിൽ, നേരമുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് പോവുക, നേരമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, സമയമില്ലെങ്കിൽ പ്രാർത്ഥന പോലുമില്ലാതെ ജീവിച്ചു കൂട്ടുന്നതായ ഒരു മനുഷ്യരെയാണ്, ഒരു മനുഷ്യ സമൂഹത്തെയാണ് നാം ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഇല്ലാത്തതായ സ്ഥലത്ത് കരച്ചിൽ ഉണ്ടാകുന്നു. യോഹന്നാൻ ഇവിടെ കരയുന്നു എന്നതായിട്ടാണ് ഞാൻ വായിക്കുന്നത്. യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട. ഞാൻ ആ വാക്ക് അടിവരയിട്ട് സംസാരിക്കുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. കരയേണ്ട. ദൈവം, സ്വർഗം നമ്മെ ആശ്വസിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. സ്വർഗം നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് സമാധാനം തരികയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ കരയേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതായ വാക്കുകൾ നാം കാണുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ കരയണ്ട എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്നതായ ദൈവത്തെ നാം കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ
അവിടെ പറയുന്നത് സർവ്വ ആശ്വാസവും നൽകുന്നവനായ ദൈവം എന്നാണ്. ഈ ലോകത്തിൽ നമുക്ക് ആശ്വാസം ലഭിപ്പാൻ തക്കവണ്ണം ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി. വേറൊരു സ്ഥലത്ത് നിന്നും നമുക്ക് സമാധാനമോ നമുക്ക് സന്തോഷമോ ആത്യന്തികമായ സന്തോഷമോ ലഭിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ദൈവം അവനോട് പറയുകയാണ്, കരയണ്ട. ദൂതൻ അവനോട് പറയുകയാണ്, കരയണ്ട. മൂപ്പന്മാരിൽ ഒരുത്തൻ അവനോട് പറയുകയാണ്, കരയണ്ട. എന്തുകൊണ്ടാണ് കരയണ്ട എന്ന് പറയുന്നത്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദയിലെ സിംഹം, യഹൂദയിലെ സിംഹം. ഇവിടെ നോക്കിക്കേ, ഇവിടെ വായിക്കാം, ഞാൻ ഒന്നുകൂടെ വായിക്കാം. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ പുസ്തകം തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദയിലെ സിംഹത്തിന്, യഹൂദയുടെ വേരിന് ഈ പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം എന്താണ്? അവൻ ബലം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഈ വാക്യത്തിൽ നിന്നും ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഇവിടെ യഹൂദയിലെ സിംഹം എന്നാണ് പറയുന്നത്. യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ സിംഹം എന്ന് വിവരിച്ചിരിക്കുന്നത്, വർണ്ണിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സിംഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ ക്രൂരതയുള്ളതായ ഒരു ജീവിയാണ്, വളരെ ക്രൂരതയുള്ളതായ ഒരു ജീവിയാണ്, വന്യതയുള്ളതായ ഒരു ജീവിയാണ്, വളരെ ശക്തിയും ശൗര്യവുമുള്ളതായ ഒരു ജീവിയാണ്, ഇര പിടിച്ച് ജീവിക്കുന്നതായ ഒരു ജീവിയാണ്, വളരെ പ്രൗഢിയുള്ളതായ ഒരു ജീവിയാണ്, വളരെയധികം അപകടകാരിയാണ്. ഇങ്ങനെയുള്ളതായ ഒരു വ്യക്തിയാണോ യേശുക്രിസ്തു? ഇരപിടിച്ച് ജീവിക്കുന്നവനാണോ? വന്യതയുള്ളവനാണോ? അപകടകാരിയാണോ? ശൗര്യമുള്ളവനാണോ? ക്രൂരതയുള്ളവനാണോ യേശുക്രിസ്തു? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ സിംഹം എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു, അവൻ കുനിഞ്ഞ് സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശം ഉള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം. യഹൂദ ഒരു ബാലസിംഹം, അവൻ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവകാശം ഉള്ളവൻ, ആരാണ് അവകാശമുള്ളവൻ? യേശുക്രിസ്തു. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വീണ്ടും വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഞാൻ വീണ്ടും വായിക്കട്ടെ. നീ കരയണ്ട. കാരണം എന്താ? യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം അതിൻ്റെ 7 മുദ്രയെയും പൂർണ്ണമായ മുദ്രയെയും സകല മുദ്രയെയും പൊട്ടിക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എനിക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങളെ ആരെങ്കിലും സിംഹത്തെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി ഒരു കുഞ്ഞാടിനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ഇവിടെ മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് വന്ന് പറഞ്ഞതെന്താണ്? യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ മുദ്രയെ പൊട്ടിപ്പാൻ തക്കവണ്ണം, ഈ പുസ്തകത്തെ തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. അതിനുശേഷം ഇവനെ കൊണ്ടുപോയി കാണിക്കുന്നത് എന്താണ്? ഇവനെ കൊണ്ടുപോയി കാണിക്കുന്നത് ഒരു കുഞ്ഞാടിനെയാണ്. കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ എത്രയോ ബലഹീനവും എത്രയോ സൗമ്യതയും, അതും അറുക്കപ്പെട്ടതായ കുഞ്ഞാട്, എത്രയോ ബലഹീനതയും സൗമ്യതയും ഉള്ളതായ ഒരു ജീവിയാണ് കുഞ്ഞാട്. ഈ സിംഹത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തനാണ് കുഞ്ഞാട്. നാം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെയുള്ള മഹാപുരോഹിതനെയല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, പവിത്രതയുള്ളവൻ, നിർദോഷൻ, നിർമ്മലൻ,
പാപികളോട് വേർവിട്ടവൻ, എന്തുകൊണ്ട് നമുക്കവനെ കുഞ്ഞാട് എന്ന് വിളിച്ചുകൂടാ? സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ, അവൻ പാപം ചെയ്തിട്ടില്ല. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2:22-23 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം അവൻ ഭരമേൽപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഈ പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ യോഗ്യത പ്രാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോസ്തലനായ പത്രോസ് ഇപ്പോൾ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 1:18 മുതൽ 19 വരെയുള്ളതായ ഭാഗത്ത് പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നാണ്. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ, ഈ അഴിഞ്ഞു പോകുന്നതായ വസ്തുക്കളുടെ പുറകെയാണ് ഇന്ന് ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഴിഞ്ഞു പോകുന്ന, നശിച്ചു പോകുന്ന നശ്വരമായ കാര്യങ്ങളാലല്ല യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, അവൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ജയം പ്രാപിക്കാലാണ് അവൻ ഈ പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം ലോക ചരിത്രത്തെ, ലോകത്തിൻ്റെ ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായ, ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഈ പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം, മനുഷ്യവർഗത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകത്തെ തുറക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു യോഗ്യനായി തീർന്നിരിക്കുന്നത്. അവൻ തൻ്റെ രക്തത്തെ കൊടുത്ത് ഈ ജനത്തെ, നമ്മെ ഓരോരുത്തരെയും, പാപികളായ നമ്മെ ഓരോരുത്തരെയും അവൻ വീണ്ടെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അതിന് വേറെ യാതൊരു കാരണവുമില്ല. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ 2:15 നാം ഇപ്രകാരം വായിക്കുന്നു: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടി എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തു മരണത്തെയും, യേശു ക്രിസ്തു സാത്താനെയും, യേശു ക്രിസ്തു ലൗകിക പൈശാചിക ശക്തികളെയൊക്കെയും ജയിച്ചത് കൊണ്ട് അവന് ഈ പുസ്തകം തുറക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവനായി തീർന്നിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. എബ്രായ ലേഖനം 2:14 അവൻ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എല്ലാവരെയും വിടുവിച്ചു എന്ന് വായിക്കുന്നു. മനുഷ്യർ ലോകത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണത്തോടെ എല്ലാം തീരും എന്ന്. ഒരിക്കലും മരണത്തോടെ എല്ലാം തീരത്തില്ല. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് പുനരുത്ഥാനം ചെയ്ത് പുറലോകത്തിലേക്ക് വന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത്, സകല മനുഷ്യരും പുനരുത്ഥാനം ചെയ്യുവാൻ പോകുന്നതായ ഒരു സമയം വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യേശു ക്രിസ്തു പാതാളത്തിൽ നിന്നും, ആ കല്ലറയിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ വെറുതെയല്ല എഴുന്നേറ്റ് പോയത്, മരണത്തെയും പാതാളത്തെയും പരിഹസിച്ചുകൊണ്ടാണ് അവൻ എഴുന്നേറ്റ് പോയത്. നാം വായിക്കുന്നത്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ പാതാളമേ നിൻ്റെ വിഷമുള്ളെവിടെ എന്ന ചോദ്യവും ചോദിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു കല്ലറയിൽ നിന്നും എഴുന്നേറ്റ് പോയത് എന്ന് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം കൊണ്ടെല്ലാം തീരും എന്ന് നാം വിചാരിക്കേണ്ട. അവൻ നമ്മെ വീണ്ടെടുത്തവനാണ്. അവൻ നമ്മെ തിരികെ അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം വരുമ്പോൾ, അതിനായി നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കുകയും, നാം മരിച്ചുപോയവരാണെങ്കിൽ, നാം നന്മ ചെയ്ത് മരിച്ചവരായാലും തിന്മ ചെയ്ത് മരിച്ചവരായാലും തീർച്ചയായും ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. അതുകൊണ്ട് സകല മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു സമയം വരുന്നുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു എന്ന് നാം വായിക്കുന്നു. എബ്രായ ലേഖനം 1:3 പറയുന്നത്, അവൻ തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു എന്ന് നാം വായിക്കുന്നു. അതെ, യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മരിച്ച്, ഈ കുഞ്ഞാടും ഈ സിംഹവും ആയതായ യേശു ക്രിസ്തു, കുഞ്ഞാടിൻ്റെ സ്വഭാവമുള്ള സിംഹം, സിംഹത്തിൻ്റെ സ്വഭാവമുള്ളതായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ച്, പാപികൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കിയാൽ നമുക്ക് പ്രത്യാശയുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. നാം മരിച്ചു പോയാലും, ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടിയിരിക്കുന്നു, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കർത്തൻ യേശു കൈവിടില്ല, എന്നെ ഉയർപ്പിക്കും വിൺ ശരീരത്തോടെ കൈക്കൊള്ളും ഏഴയ മഹത്വത്തിൽ. എന്നെ അവൻ ഉയർപ്പിക്കും എന്ന് വിശ്വസിക്കുവാൻ
ഏഴയെ മഹത്വത്തിലേക്ക് അവൻ കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവിധ അധികാരവും ഇന്ന് പകൽക്കാലമുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു ബലമുള്ളവനായി മാറുകയാണ്, ശക്തിയുള്ളവനായി മാറുകയാണ്, കുഞ്ഞാട് ശക്തിയുള്ളവനായി മാറുകയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയുള്ളവനായി മാറുന്നതായിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇത് മാത്രമാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏക മഹത്വം എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ബലം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ട സഹോദര, യേശു ക്രിസ്തു സ്വർഗത്തിൽ ജീവിക്കുന്നു. കുഞ്ഞാടും സിംഹവുമായവൻ, സിംഹത്തിൻ്റെ സ്വഭാവവും കുഞ്ഞാടിൻ്റെ സ്വഭാവമുള്ളവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. 5-ാം അധ്യായം അതിൻ്റെ 11 ശേഷമുള്ളതായ വാക്യങ്ങളിൽ സ്വർഗത്തിൽ നടക്കുന്നതായ വലിയ ആരാധനയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ദൂതന്മാർ, 24 മൂപ്പന്മാർ, സ്വർഗീയ സൈന്യം മുഴുവനും ദൈവത്തെ ആരാധിക്കുകയാണ്. 4 ജീവികളും ഇവിടെ ആമേൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നത് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. യേശു ക്രിസ്തുവിനെ വീണ് നമസ്കരിച്ചു, ആരാധിച്ചു എന്ന് നാം വായിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം നമുക്കും ഈ യേശുവിനെ ആരാധിച്ചുകൂടെ? ഈ യേശുവിനോട് ചേർന്ന് നമുക്കും ജീവിച്ചുകൂടെ? നമ്മുടെ ജീവനെ യേശുക്രിസ്തുവിന് സമർപ്പിച്ചുകൂടെ? നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അനുയായിയായി, ക്രിസ്ത്യാനിയായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഈ സൃഷ്ടിതാവായ യേശു ക്രിസ്തുവിനെ നമുക്ക് നമസ്കരിച്ചുകൂടെ? പ്രിയ സഹോദര, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടാണ് ഈ വചനം ശ്രവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുവാനുള്ളൂ. നമുക്കും യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. ഈ യേശുവിനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വീണ്ടും വരുന്നതായ യേശു ക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ വിഷയം തന്നെ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, സകല കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നുള്ളതാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. സൃഷ്ടിതാവായ യേശു ക്രിസ്തുവിനെ, വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ, നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം മടങ്ങി വരുന്നവനായ യേശു ക്രിസ്തുവിനെ നമുക്കും ഇന്ന് പകൽക്കാലം ആരാധിച്ചുകൂടെ? ഈ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആ യേശുവിനെ ഒരു സമയത്ത്, ഇന്നല്ലെങ്കിൽ നാളെ, നാം മുഖാമുഖം കാണുവാൻ തക്കവണ്ണം പോവുകയാണ്. അവൻ്റെ സന്നിധിയിലേക്ക് നാം എടുക്കപ്പെടുവാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ച് അവനായി നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ വരുമ്പോൾ അവനോടുകൂടെ നാം എടുക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനം കേട്ടിരിക്കുന്നതായ വചനത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ. കേട്ട വചനത്തിനനുസരണമായി ജീവിപ്പാൻ അടിയങ്ങളെ നീ യോഗ്യതയും കൃപയും ഉള്ളവരാക്കി തീർക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.